വെള്ളപ്പിശാച്ചും കടുവേട്ടനും കൂടി നല്ല അടിയാണ്. ഞാൻ ഇനിയും വിളിക്കും, കടുവേട്ടൻ കടുവേട്ടൻ കടുവേട്ടൻ. ഡി വേണ്ട, നിന്നോട് ഞാൻ പറഞ്ഞു എനിക്കൊരു പേരുണ്ട്, അക്ഷജ്, അല്ലാണ്ട് കടുവ എന്നല്ല എന്റെ പേര്. അതിന് താൻ തുപ്പൽ തെറിപ്പിക്കുന്ന എന്തിനാ? ദേവു അവളുടെ മുഖം രണ്ട് കൈകൊണ്ടും തുടച്ചു. ദേ ജയ്, ഇതിനെ ജീവനോട് വേണേ ഇപ്പൊ കൊണ്ടുപോയിക്കോ. താൻ എന്നെ എന്തോ ചെയ്യും? കടുവേട്ടൻ. ദേ പെണ്ണെ, എന്റെ ഒരു കൈക്കില്ല നീ. അക്കുവിന്റെ കലിപ്പ് പരമാവധി ആയിട്ടുണ്ട്. അവനത് പറഞ്ഞതും ദേവു അവന്റെ കൈ പിടിച്ച് അവളുടെ കൈയിനോട് ചേർത്ത് വെച്ചു. എല്ലാവരും അന്തം വിട്ടവളെ നോക്കി. അക്കുവും വായും പൊളിച്ചവളെ നോക്കി. ദേ കാണ്, തന്റെ ഈ ചീഞ്ഞ കൈ എന്റെ കൈയിനേക്കാൾ കുറച്ചുകൂടെ നീളോളൂ. അപ്പം മനസ്സിലായാലോ തന്റെ ഒരു കൈ തികയാതെ വരും. ദൈവമേ, ഇതിനെ മാറടി കൂതറ മുന്നിന്ന്. താനല്ലേടോ കടുവേ എന്റെ മുന്നിൽ, തനിക്ക് വേണേ മാറിക്കൂടെ? ഇതിനെ കൊണ്ട് വന്ന അന്ന് തന്നെ ശല്യമായല്ലോ. മനുഷ്യന്റെ സ്വസ്ഥത കളയാനാണോ നീ പാരീസിൽ നിന്ന് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അക്കു ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. അവൻ പറഞ്ഞു കേട്ടപ്പോ അവൾ എല്ലാവരെയും നോക്കി. പിന്നെ പെട്ടെന്ന് മുകളിലേക്ക് പോയി. അവൾക്ക് എന്തു പറ്റി? ജെറി ജയ്യോട് ചോദിച്ചു. അറിയില്ല, മറുപടി പറയേണ്ടതാണല്ലോ. ജയ് ആലോചനയോടെ പറഞ്ഞു. അല്ല ജയ്, ഇനി അക്കു അവളെ ശല്യം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് സങ്കടമായോ? ആയോ? ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ജയ് എണീറ്റതും ബാഗും പിടിച്ചിറങ്ങി വരുന്ന ദേവുവിനെ കണ്ട് അവൻ അന്തം വിട്ടു. വാവേ, ഈ ബാഗ് നീ എങ്ങോട്ടാ? ജയ് അവളുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു. അപ്പോഴാണ് എല്ലാവരും അവളുടെ കയ്യിലുള്ള ബാഗ് കണ്ടത്. അക്കു അവളെ സംശയത്തോടെ നെറ്റി ചൊളിച്ചു നോക്കി. വാവേ മോളെ. വാനു അവളുടെ അടുത്തേക്ക് ചെന്നു. ഞാനൊരു ശല്യമായെങ്കിൽ? അവളെ നിർത്തിയിട്ട് എല്ലാവരെയും നോക്കി. മോളെ, അവനത് ചുമ്മാ പറഞ്ഞതല്ലേ, നീ അത് കാര്യമാക്കിയോ? സേതു അവളോട് ചോദിച്ചു. ദേവു ഒന്നും മിണ്ടാതെ അക്കുവിന്റെ മുന്നിൽ ചെന്ന് നിന്നു. ബാഗും പിടിച്ചു നിൽക്കുന്ന അവളെ കണ്ടപ്പോ അക്കുവിന് വല്ലാണ്ടായി. അവൻ പറഞ്ഞത് അവൾക്ക് സങ്കടമായെന്ന് അവന് തോന്നി. ഞാനൊരു ശല്യമായി തോന്നുകയാണെങ്കിൽ? അവൾ പറഞ്ഞു നിർത്തി അക്കുവിനെ നോക്കി. ദേവാ, ഞാൻ വെറുതെ. അക്കു അവളോട് പറയാൻ ശ്രമിച്ചു. ഞാനൊരു ശല്യമായി തോന്നുകയാണെങ്കിൽ കാടുവായിട്ട് എവിടെ നിന്ന് പൊക്കോളൂ. ദാ ബാഗ് എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. അവള് കയ്യിലുള്ള ബാഗ് അക്കുവിന്റെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. എല്ലാവരും കിളി പോയി അവളെ നോക്കി. എടി നീ. ഏതോ ഒരു കിളി തിരിച്ചു വന്ന അക്കു അവളെ നോക്കി വീണ്ടും കലിപ്പിട്ടു. അങ്ങനെ തനിക്ക് ഞാനൊരു ശല്യമായിട്ട് തോന്നുകയാണെങ്കിൽ താൻ പൊയ്ക്കോ. ഞാൻ പോവില്ല, ഇതെന്റെ അമ്മയുടെ വീടാണ്. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത് ആരുടെ സ്വസ്ഥത കളയാനല്ല. ഇനി നോക്കിക്കോ കടുവേട്ടാ, നിങ്ങളുടെ അമറല് ഞാൻ നിർത്തും. നിങ്ങളുടെ ഈ ശുപ്പാണ്ടി മൂക്കുകൊണ്ട് ഞാൻ ഫ്രഞ്ച് അക്ഷരമാല എഴുതിക്കും. നോക്കിക്കോടാ കടുവേ. ദേവ് അവളുടെ കയ്യിലുള്ള ബാഗും അവിടെ ഇട്ട് അക്കുവിനെ നോക്കി കൊഞ്ഞനം കുത്തി മുകളിലേക്ക് ഓടിക്കയറി. നിന്നെ ഞാൻ എടുത്തോളാട്ടോ വെള്ളപ്പിശാചേ, അക്കു അവളോട് വിളിച്ചു പറഞ്ഞു. ഇമ്മിണി പൊളിക്കും. ദേവ് പോകുന്ന പുകി വിളിച്ചു പറഞ്ഞു. ഇമ്മാതിരി സാധനം വേറെ ഉണ്ടോ? അക്കു ജയിക്ക് നേരെ തിരിഞ്ഞ് അവനോട് ചോദിച്ചു. ഇല്ല, ഒരെണ്ണം. ഇത് തന്നെ ധാരാളം. എന്തിനാ വേറെ ഒന്നും? അക്കു കൈ രണ്ടും മലർത്തി ജയോട് പറഞ്ഞപ്പോ ജയോ അവനെ നോക്കി കൈമലർത്തി. അല്ല, സേതുവും ഭാനും മക്കളും എവിടെ? രാത്രി ഭക്ഷണവും കഴിഞ്ഞ് ഹാളിൽ ഇരിക്കുവാണ് വേണുവും കുടുംബവും. മുത്തശ്ശനും മുത്തശ്ശിയും അവരുടെ കൂടെയുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ജാനകി ചുറ്റും നോക്കി. അകത്തു നിന്നും ദേവുവിന്റെ ചിരി കേട്ടപ്പോ എല്ലാവരും അങ്ങോട്ട് നോക്കി. അവര് നടുമുറ്റത്താണെന്ന് തോന്നുന്നു. വാ, അങ്ങോട്ട് പോയി നോക്കാം. മുത്തശ്ശൻ എണീറ്റപ്പോ എല്ലാവരും എണീറ്റ് അങ്ങോട്ട് പോയി. നടുമുറ്റത്തിന്റെ തോണിച്ചാരി ഇരിക്കുകയാണ് ജയ്. അവന്റെ മടിയിൽ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരിപ്പാണ് ദേവു. കൊച്ചു കുഞ്ഞുങ്ങൾ അച്ഛന്റെ അമ്മയുടെ മടിയിലിരിക്കുന്നത് പോലെ. ജയ്യേയും ദേവുവിനെ നോക്കി അവരുടെ അടുത്തായി സേതുവും ഭാനുവും ഇരിക്കുന്നുണ്ട്. ദേവു എന്തൊക്കെയോ പറയുന്നുണ്ട്, അതിനനുസരിച്ച് ചിരിക്കുന്നുമുണ്ട്. അവരുടെ മാത്രം ലോകമാണതെന്ന് അവർക്ക് തോന്നി. സംസാരിക്കുമ്പോൾ ദേവുവിന്റെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ നോക്കുകയായിരുന്നു അക്കു. സന്തോഷമുള്ള കാര്യമാണെങ്കിൽ അവളുടെ കുഞ്ഞു കണ്ണുകൾ വിടരുന്നതും അതരങ്ങളിൽ പുഞ്ചിരി വിരിയുന്നതും അവൻ കണ്ടു. സങ്കടമുള്ളതാണെങ്കിൽ അതുപോലെ ഭാവങ്ങളും മാറുന്നു. കൈകൊണ്ടൊക്കെ ആക്ഷൻ കാണിച്ച് നല്ല സംസാരത്തിലാണ് ആള്. നിങ്ങൾ ഇവിടെ ഇരിക്കുവാണോ? അവളുടെ അടുത്ത് ചെന്നിരുന്ന മുത്തശ്ശൻ ചോദിച്ചു. ഞങ്ങള് ചുമ്മാ ഇവളുടെ സംസാരം കേട്ടിരിക്കുവായിരുന്നു, സേതു പുഞ്ചിരിയോടെ പറഞ്ഞു. എല്ലാവരും അവർക്കടുത്തിരുന്നു. വാവേ, ഉറങ്ങിയോ? ദേവുവിന്റെ ശബ്ദമൊന്നും കേൾക്കാത്തതുകൊണ്ട് ജയ് ചോദിച്ചു. അവൾ ഉറങ്ങിയിരുന്നു. ഉറങ്ങിയടാ, അവളെ കൊണ്ടുപോയി കിടത്ത്, ഭാനു അവനോട് പറഞ്ഞു. അവനൊന്നും മൂളിക്കൊണ്ട് ദേവുവിനെ എടുത്ത് മുറിയിലേക്ക് പോയി. ബെഡിൽ കിടത്തി സ്ഥാനം മാറിയ അവളുടെ ഡ്രസ്സൊക്കെ ശരിയാക്കി അവളെ പുതപ്പിച്ച് നെറ്റിയിൽ ഒരു ചുംബനവും കൊടുത്ത് വാതിലടിച്ച് ജയ് ദേവുവിന്റെ മുറിയിൽ നിന്നും ഇറങ്ങി. നേരം വെളുത്തപ്പോഴേക്കും ജെറി ഹാജർ വെച്ചിട്ടുണ്ട്. നേരം വെളുക്കാൻ കാത്തു നിൽക്കുമായിരുന്നോ? ഇറങ്ങി വന്ന അക്കു അവനോട് ചോദിച്ചു. അതെ, ഇളിച്ചുകൊണ്ട് അവനും പറഞ്ഞു. ജാനമ്മേ, എന്താ കഴിക്കാൻ? ജെറി അടുക്കളയിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. നിന്റെ വീട്ടിലൊന്നും ഉണ്ടാക്കിയില്ലേ? ഓ, ഉണ്ടാക്കി, പുട്ടും പഴം. എന്നാൽ എനിക്ക് എന്റെ ജാനമ്മയുടെ ഫുഡ് വേണം. അക്കുവിനെ പുച്ഛിച്ചുകൊണ്ട് ജെറി പ്ലേറ്റ് എടുത്ത് ഡൈനിങ്ങിൽ ഇരുന്നു. ഗുഡ് മോർണിംഗ് ജെറി. ഹായ് ജയ്, മോർണിംഗ്.
ജയ് അവന്റെ അടുത്ത് വന്നിരുന്നു. പതുക്കെ കയറ്റ്, തൊണ്ടെ കുടുങ്ങി ചാകും. ഗ്ലാസ്സിലേക്ക് ചായ ഒഴിച്ചു കൊടുക്കുന്നതിനിടെ ജയ് അവനോട് പറഞ്ഞു. ജയ് നന്നായി ഒന്ന് വിളിച്ചു. ചേട്ടായി തുടങ്ങിയോ? ആര്യയും ദേവും കൂടി വന്നപ്പോഴേക്കും പൂർത്തിയായി. പ്രാതൽ കഴിഞ്ഞ് പിള്ളേർ സെറ്റ് എല്ലാം പുറത്തിരിക്കുകയായിരുന്നു. ഞാൻ എന്റെ ഫോൺ എടുത്തിട്ട് വരാം. ദേവു എണീറ്റ് അകത്തേക്ക് പോയി. അപ്പോഴാണ് ഒരു സ്കൂട്ടി അങ്ങോട്ട് വന്നത്. ഇതിപ്പോ ആരാ? അവരെല്ലാം സംശയത്തോടെ നോക്കി. ഹെൽമെറ്റ് അഴിച്ച് അവള് ഉമ്മറത്തേക്ക് കയറി. ആരാ? ജെറി ചോദിച്ചു. ആരോ. അപ്പൊ നീ ആരാണെന്ന് നിനക്കും അറിയില്ലേ? സത്യം പറയടി, ആരാ നീ? ആരോ. അവള് വീണ്ടും പറഞ്ഞു. എന്താ ജെറി? അക്കു അവനോട് ചോദിച്ചു. എന്റെ അക്കു, ഇവളോട് ഞാൻ ആരാന്ന് ചോദിച്ചപ്പോ അവൾ എന്നോട് ആരോ എന്ന് പറയുന്നു. ഇവളാരാണെന്ന് ഇവൾക്കും അറിയില്ല. ജെറി അവളെ നോക്കി. അങ്ങോട്ട് മാറി നിക്കടോ മാപ്പിളെ, എന്റെ പേരാണ് ഞാൻ പറഞ്ഞത്. ആരോൺ. ആരോൺ അന്ന മാത്യു. ജെറിയെ നോക്കി ചുണ്ടുകോട്ടി അവൾ പറഞ്ഞു. എന്തോന്നടി, 200 പേജ് ബുക്കിലേക്കുണ്ടല്ലോ നിന്റെ പേര്. പോടോ. ചെറിയ ആരോണും തുടക്കമേ ഉടക്കി. ദേവയുടെ ഫ്രണ്ട് ആരോൺ ആണോ? അക്കു സംശയത്തോടെ ചോദിച്ചു. ആ, ദേവു എവിടെ? അവള് ചോദിച്ചതും അകത്ത് നിന്ന് ദേവു വന്നതും ഒരുമിച്ചായിരുന്നു. ആരോൺ? ദേവു സന്തോഷത്തോടെ വിളിച്ചു. ദേവു. ആരോൺ അവളെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. ചിരിച്ചുകൊണ്ട് ദേവു തിരിച്ചു. ദേവു, ടുമൊക്കെ റുമൊക്കെ ഓസി. ദേവു ആരോണും പറയുന്നത് കേട്ട് ജെറി വായും പൊളിച്ചു നിന്നു. ഇതേത് ഭാഷ? ഹൗ ആർ യു ആരോൺ? ജയ് അവളോട് ചോദിച്ചു. ഫൈൻ ചേട്ടായി, വാട്ട് അബൌട്ട് യു? ഗുഡ്. ചിരിയോടെ ജയ് മറുപടി പറഞ്ഞു. വെൽ ആര്യ, ഇതാണ് എന്റെ ഫ്രണ്ട് ആരോൺ. ആരോൺ, ഇത് ആചാര്യ. ദേവു ആര്യയെ പരിചയപ്പെടുത്തി. ഒരേ വേവ് ലെങ്ത് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കൂട്ടായി. ഏതായി കടവാവല്? ജെറിയെ നോക്കി ചുണ്ടുകൊട്ടി ആരോൺ ദേവുവിനോട് ചോദിച്ചു. കടവാവല് നിന്റെ അപ്പൻ. ജെറി അവളോട് ചൂടായി. ഡോ മാപ്പിളെ, എന്റെ അപ്പൻ പറഞ്ഞാലുണ്ടല്ലോ, നീ എന്തോ ചെയ്യും? ജെറി ചോദിച്ചതും ആരോൺ അവന്റെ അടുത്തേക്ക് നീങ്ങി. പിന്നെ അവന്റെ ചെവിയിൽ എന്തോ പറഞ്ഞു. ജെറി കിളി പോയി അവളെ നോക്കി. അയ്യേ. ജെറി വേഗം അവളുടെ അടുത്ത് നിന്ന് നീങ്ങിയെന്നു. ആരോ, ഇത് കറവേട്ടൻ അല്ല കടുവേട്ടൻ. അക്കുവിനെ നോക്കി ഇളിച്ചുകൊണ്ട് ദേവു ആരോണിനോട് പറഞ്ഞു. അക്കു അവളെ കലിപ്പിച്ചെന്ന് നോക്കി. അക്ഷജ്, അക്കു. ദേവുവിനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് അക്കു ആരോണിനോട് പറഞ്ഞു. ഹായ്. ശബ്ദം കേട്ട് എല്ലാവരും വന്നിരുന്നു പുറത്തേക്ക്. വാക്കുകളിലൂടെ മാത്രം പരിചയമുള്ള ദേവുവിന്റെ ആരോണിനെ അവരെല്ലാം പരിചയപ്പെട്ടു. അല്ല ദേവു, നിങ്ങൾ രണ്ടും കൂടി ചേട്ടനും അനിയനും കളിച്ചപ്പോ എന്തോ കണകൊണാന്ന് പറഞ്ഞിരുന്നില്ലേ, അതെന്താ? ചെറു ദേവുവിനോടും ആരോണിനോടും ചോദിച്ചു. ഉമ്മറത്തിരിക്കുവാണ് അവരെല്ലാം. അക്കുവും ചെയ്യും ആര്യ അവരുടെ അടുത്തുണ്ട്. ചേട്ടനും അനിയനും കളിച്ചപ്പോഴും എന്നതാ ചേട്ടായി പറയുന്നേ? ആര്യ ചോദിച്ചു. എടി, ദേ ആരോ ദേവുവിനെ കണ്ടപ്പോ എന്തൊക്കെയോ തെറി പറഞ്ഞില്ലേ, അത്. ഇളിച്ചുകൊണ്ട് ജെറി പറഞ്ഞപ്പോ ദേവു ആരോണം അവനെ നോക്കി. അത് തെറിയല്ല ചേട്ടായി, ഫ്രഞ്ചാണ്. ദേവു മറുപടി പറഞ്ഞു. ഓ, ഇതാണല്ലേ ഫ്രഞ്ച്. അല്ല, എന്നിട്ട് എന്താ നിങ്ങൾ പറഞ്ഞേ? മിസ് യൂന്ന് ആരോൺ മറുപടി പറഞ്ഞു. ഓ, അതങ്ങ് പറഞ്ഞാ പോരെ, ചൂടാവുന്ന എന്തിനാ? ജെറി ആരോണിനെ നോക്കി ചൊറിഞ്ഞു. ഞാൻ എപ്പോഴാടാ കടവാവലെ തന്നോട് ചൂടായത്? ദേ ആരോ ഒരാളെ, എനിക്കൊരു പേരുണ്ട്, ജെറാൾഡ്. ജെറി എന്ന് വിളിക്കാം, അല്ലാതെ കടവാവൽ എന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ. താൻ പോടോ കടവാവലെ, തനിക്കത് തന്നെയാണ് ചേരുന്നത്. ദേവു, ഇതിനോട് മിണ്ടായിരിക്കാൻ പറ. ജെറി ദേവുവിനെ നോക്കി. ആരോൺ പ്ലീസ്. ദേവു അവളെ കണ്ണു കാണിച്ചു. അതുകൊണ്ട് മാത്രം ആരോൺ കുറച്ചടങ്ങി. പിന്നെ ദേവു, എനിക്കും പഠിപ്പിച്ചു തരാമോ ഫ്രഞ്ച്? ജെറി അവളെ നോക്കി. അവന്റെ ചോദ്യം കേട്ട് ദേവു ആരോണും മുഖത്തോട് മുഖം നോക്കി. പിന്നെ ഒറ്റ ചിരിയായിരുന്നു. അത് കണ്ട് മറ്റു 4 പേരും വായും പൊളിച്ച് അവനെ നോക്കി. വാവേ, ഇത്ര ചിരിക്കാൻ എന്താ? അവൻ ഫ്രഞ്ച് പഠിപ്പിക്കൂ എന്നല്ലേ ചോദിച്ചോളൂ? ജയ് അവളോട് ചോദിച്ചു. അത് തന്നെ. എന്തിനാടി വെള്ളപ്പിച്ചേ നീ അവനെ കളിയാക്കിയത്? ആരോൺ പറ, എന്തിനാ ചിരിച്ചത്? അക്കുവും ചോദിച്ചു. എന്റെ ഇച്ചാ, കടുവേട്ടാ, ചെറിച്ചേട്ടായി ചോദിച്ചപ്പോ പഴയ ഒരു കാര്യം ഓർമ്മ വന്നു, അതുകൊണ്ട് ചിരിച്ചതാണ്. ദേവു അവരോട് 2 പേരോടും പറഞ്ഞു. എന്റെ ചോദ്യം കൊണ്ട് ഓർമ്മ വരാൻ മാത്രം എന്ത് കാര്യമാണ്? ജെറി അവരെ സംശയത്തോടെ നോക്കി. എന്താ ദേവു? ആരെയും ചോദിച്ചു. പണ്ടൊരാള് ഫ്രഞ്ച് പഠിക്കാൻ പോയ കഥയാണ്. ആരോനെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് ദേവു അവരോട് പറഞ്ഞു. ആരോ അവളെ നോക്കി കണ്ണുരുട്ടി. പിന്നെ ചേട്ടായി, ആരോൺ എന്നെക്കാൾ നന്നായി ഫ്രഞ്ച് പഠിക്കുകയും ചെയ്യും പഠിപ്പിക്കുകയും ചെയ്യും, അല്ലേടി അന്നമ്മോ? ദേവു ഒരു പ്രത്യേക താളത്തിൽ അവളെ നോക്കി പറഞ്ഞു. ആണോ? എന്നാ അന്നമ്മ പഠിപ്പിച്ചാ മതി. പഠിപ്പിക്കന്നമ്മോ. ജെറി ആരോണിനെ നോക്കി. ദേവു. ആരോൺ ദേവുവിനെ നന്നായൊന്ന് നോക്കി. ദേവു നന്നായൊന്ന് വിളിച്ചു. അല്ല, വിഷയം മാറി, നിങ്ങൾ കഥ പറഞ്ഞില്ല. ആര്യ പെട്ടെന്ന് പറഞ്ഞു. എന്ത് കഥ? അക്കു അവളെ നോക്കി. നേരത്തെ പറഞ്ഞില്ലേ ഫ്രഞ്ച് പഠിക്കാൻ പോയ കഥ, അത്. ആര്യ കൈമലർത്തി. ശരിയാണ്, അത് പറഞ്ഞില്ലല്ലോ. ദേവു അത് പറയും, എന്നിട്ട് എനിക്ക് പഠിച്ചാ മതി. ജെറിയും പറഞ്ഞു. അതോ, ഇവളില്ലേ ഈ ആരോൺ, ആദ്യമായി പാരീസിലേക്ക് വന്ന സമയം എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ മലയാളി ഫ്രണ്ട് ആയിരുന്നു ഇവള്.
അപ്പൊ ഇവൾക്ക് ഫ്രഞ്ച് പഠിക്കണം എന്നൊരു ആഗ്രഹം. ഞാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞപ്പോ ഇവൾക്ക് പുച്ഛം. ഇവൾക്ക് അവിടുത്തെ ഒരാൾ പഠിപ്പിച്ചാൽ മതിയെന്നും പറഞ്ഞ് ഒരു ഓഫ് ഡേ ഞങ്ങൾ പുറത്തിറങ്ങി. എന്തിന്? ഇവൾക്ക് ഫ്രഞ്ച് പഠിപ്പിക്കാൻ ഒരു സായിപ്പ് മാഷിനെ നോക്കി. എന്നിട്ട് ആരെ ഇടയിൽ കയറി ചോദിച്ചു. ഇങ്ങനെ ഇടയിൽ കയറാതടി, കോൺസെൻട്രേഷൻ പോകും. ചെറിയ ആരോട് പറഞ്ഞു. ഓ സോറി, നീ പറ ദേവു. ഓക്കെ. വീണ്ടും ദേവുവിനെ നോക്കി. എന്നിട്ട് അവസാനം ഞങ്ങൾ ഒരാളെ കണ്ടു. പാരീസിൽ ജനിച്ചു വളർന്ന ആള് തന്നെ. നേരെ അയാളുടെ അടുത്തേക്ക് പോയി. അയാളെ പരിചയപ്പെട്ടു. നിനക്ക് ഓർമ്മയുണ്ടോ ആരോൺ അയാളുടെ പേര്? ദേവു ആരോണിനെ നോക്കി. ഐ നോ ഹിസ് ഫേസ് ബട്ട് ഐ ഡോണ്ട് നോ ഹിസ് നെയിം. ആരോൺ പറഞ്ഞു. എടി ദൊറോത്തി മദാമേ, മിണ്ടാതിരി. ജെറി അവളെ നോക്കി പല്ല് കടിച്ചു. സത്യമായിട്ട് ഓർമ്മയില്ലേ? ദേവു വീണ്ടും ചോദിച്ചു. നോ ദേവു, ഐ ഡോണ്ട് നോട്ട് റിമെമ്പർ. ആരോൺ വീണ്ടും പറഞ്ഞു. ആ, ഒരു പേരല്ലേ ദേവു, അത് വിട്, എന്നിട്ട് ബാക്കി പറ. ആകാംക്ഷ കൂടിയതുകൊണ്ട് ആര്യ അവളോട് ചോദിച്ചു. ആ, ഇവള് ചെന്നിട്ട് അയാളുടെ അടുത്ത് നിന്ന് ചോദിച്ചു. വിൽ യു പ്ലീസ് ഹെൽപ് മീ ടു ലേൺ ഫ്രഞ്ച് എന്ന്. ഇവളുടെ ചോദ്യം കേട്ടപ്പോ അയാൾ ഒന്ന് കണ്ണു മിഴിച്ചു. പിന്നെ ഇവളെ പഠിപ്പിച്ചു. ആഹാ, നന്നായി പഠിപ്പിച്ചോ? ഓ, വളരെ നന്നായി. അതിലെന്തോ ഉണ്ടല്ലോ, സത്യം പറ ദേവു, ജെറി ചോദിച്ചു. ഫ്രഞ്ച് ഭാഷ പഠിക്കാൻ പോയ ഇവളെ അയാൾ ഫ്രഞ്ച് കിസ്സാണ് പഠിപ്പിച്ചത്. ഞാൻ നോക്കുമ്പോ ഇവൾ അയാളുടെ കയ്യിൽ നിന്ന് കുതർന്നു. അയ്യോ, അന്ന് ഞാൻ ഒരുപാട് ചിരിച്ചു. എന്നെ പുച്ഛിച്ച സായിപ്പിന്റെ അടുത്ത് ഫ്രഞ്ച് പഠിക്കാൻ പോയതാണ്. അങ്ങനെ നന്നായി തന്നെ പഠിപ്പിച്ചു. ദേവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിർത്തിയപ്പോൾ അവരെല്ലാം കണ്ണും തള്ളി ആരോണിനെ നോക്കി. ആരോൺ നല്ലൊരു ഇളി പാസാക്കി. അവളുടെ ഇളി കണ്ടതും അവരെല്ലാം പൊട്ടിച്ചിരിച്ചു. എന്റെ അന്നമ്മോ, നീ കൊള്ളാലോ, ജെറി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ, അയാളായിരുന്നു എന്റെ ഒന്നാമത്തെ ലവർ. ഒരു ദീർഘനിശ്വാസം എടുത്ത് ആരോൺ പറഞ്ഞപ്പോ ദേവ് ഒഴികെ എല്ലാവരും അവളെ നോക്കി. അപ്പൊ നിനക്ക് മൊത്തം എത്ര എണ്ണം ഉണ്ടായിരുന്നു കുഞ്ഞെ? ജെറി ചോദിച്ചു. 12. അവൾ ഇളിച്ചുകൊണ്ട് പറഞ്ഞു. അരെ വാ, നീയാണ് ഇനി മുതൽ കോടികളുടെ നേതാവ്. നിനക്ക് തന്നെ ആയിരുന്നു അവിടെ പണി. അല്ലാതെ പിന്നെ സമയം പോണ എന്റെ കടവാവലേ. ആരോൺ പറഞ്ഞത് കേട്ടപ്പോ ജെറി അവളെ എന്തോന്നടേ എന്ന ഭാവത്തിൽ നോക്കി. അല്ല, ബാക്കി 11 ആൾക്കാരും ഇതുപോലെ വല്ലതും പഠിക്കാൻ പോയിട്ട് വന്നതാണോ? അക്കു ചോദിച്ചു. എല്ലാരും ഇല്ല, ഒരാളും കൂടെ. അത് പഠിക്കാൻ പോയിട്ടല്ല, സോറി പറയാൻ പോയതാണ്. ആരോൺ പറഞ്ഞു. സോറി പറയാൻ പോയിട്ടോ? അതെങ്ങനെ, കേൾക്കട്ടെ? ജയ് ചോദിച്ചു. അതോ, മാളയിന്ന് വരുമ്പോ അറിയാണ്ട് അയാളെന്ന് തട്ടി. അയാളുടെ കയ്യിൽ നിന്ന് ഫോൺ വേണം, അതിന് സോറി പറഞ്ഞതാണ്. സോറി പറഞ്ഞപ്പോഴേക്കോ? അയാള് മായിപ്പായിരുന്നു. മായിപ്പോ? അവള് പറഞ്ഞത് കേട്ടപ്പോ ദേവ ഒഴികെ എല്ലാവരും വീണ്ടും കിളിപ്പോയി അവളെ നോക്കി. ആ, മംഗ്ലീഷ് എന്നൊക്കെ പറയുന്ന പോലെ. എന്റെ മോളെ, ജെറി അവളെ നോക്കി. എന്നിട്ട് പറയുന്നേ. ആര്യ നല്ല ഇൻട്രസ്റ്റിംഗ് കഥ കേൾക്കുവാണ്. എനിക്കത് അറിയില്ലായിരുന്നു. അയാളുടെ അച്ഛൻ മലയാളി, അമ്മ ഫ്രഞ്ചും ആയിരുന്നു പോലും. ഞാൻ അതറിയാതെ സ്പാനിഷ് മസാല മോഡൽ സോറി പറഞ്ഞു. എല്ലാം കേട്ടപ്പോ അയാൾ എന്നോട് പറഞ്ഞു സ്പാനിഷ് മസാല അയാൾ 4 വട്ടം കണ്ടതാണെന്ന്. നാറി, നല്ലോണം നാറി. നിന്നെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നു കുഞ്ഞ് ഇതൊക്കെ? അക്കു തലയിൽ കൈവച്ച് അവളോട് ചോദിച്ചപ്പോ അവൾ അവനെ നോക്കി തലചൊറിഞ്ഞു. ഇത് മാത്രോ? ഇനിയുണ്ട്. മാളി ചെന്ന് ഷോപ്പ് കീപ്പറെ അരേ ഭയ്യ അബ് കൈസേ ഹോ എന്ന് ചോദിച്ച മുതലാണ്. നീ എന്തിന്റെ കുഞ്ഞാടി? ജെറി അവളെ പല്ല് കടിച്ചു നോക്കി. അല്ലാതെ പിന്നെ എനിക്ക് എന്തെങ്കിലും എന്റർടൈൻമെന്റ് വേണ്ടേ? ഇതൊക്കെയല്ലേ രസം. ഓവ്. അക്കു ചിരിയോടെ അവളുടെ തലയിൽ തട്ടി. അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് അവരുമായി നല്ലൊരു സൗഹൃദം ഉണ്ടാക്കിയെടുത്തിരുന്നു ആരോ. എല്ലാവർക്കും അവളെ ഒത്തിരി ഇഷ്ടമാവുകയും ചെയ്തു. ആരോ, നാളെ നമുക്കൊരു ഔട്ടിങ്ങിന് പോവാം. രാവിലെ അങ്ങ് പോരെ? പോകാൻ ഇറങ്ങിയ അവളോട് അക്കു പറഞ്ഞു. ഓക്കെ അക്കു ഏട്ടാ, ദേവു നാളെ കാണാം. ബൈ. ബൈഡി. ആരോൺ അവരോട് യാത്ര പറഞ്ഞ് വണ്ടി എടുത്ത് വീട്ടിലേക്ക് പോയി. വംശനാശം നേരിടുന്ന പ്രത്യേകതരം പിടക്കോഴിയാണെന്ന് തോന്നും. എനിക്കൊരു ടൈറ്റ് കോമ്പറ്റീഷൻ ആവും. അവള് പോകുന്നത് നോക്കി നിന്ന് ജെറി ആത്മകഥിച്ചു. അതിന് നീ പിടയാണോ? അല്ല, ഞാൻ പോവാനാ. ജെറി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും പിന്നെ മാറി കൈപിണിച്ച് നിൽക്കുന്ന അക്കുവിനെയാണ് കണ്ടത്. മൈൻഡ് വോയിസ് കൂടിപ്പോയല്ലേ. ഇങ്ങോട്ട് വാടാ കോഴി. അക്കു അവനെയും വലിച്ച് അകത്തേക്ക് കയറി. എല്ലാവരും ഒരുമിച്ചൊരു ഔട്ടിങ്ങിന് പോകാമെന്ന് അക്കു പറഞ്ഞിരുന്നുകൊണ്ട് ആരോൺ രാവിലെ തന്നെ തറവാട്ടിലേക്ക് ഹാജർ വെച്ചിരുന്നു. ഈ കടവാവിൽ എന്നും ഇവിടെ തന്നെയാണോ? ഡൈനിങ്ങിൽ ഇരുന്ന് പുട്ടും പപ്പടവുമായി മൽപ്പിടുത്തം നടത്തുന്ന ജെറിയെ കണ്ട് ആരോൺ ചോദിച്ചു. ദേ പെണ്ണെ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ കടവാവലെന്ന് വിളിക്കരുതെന്ന്. ജെറി അവളെ നോക്കി പല്ല് കടിച്ചു. വല്ലാതെ പല്ല് കടിക്കലേ, പപ്പടം കണക്കിന് പൊടിഞ്ഞു പോവും. പിന്നെ പുട്ടിനൊപ്പം പല്ലുപൊടിയും കൂടെ കൂട്ടാം. ആരോൺ അവനെ നോക്കി പുച്ഛിച്ചു. ഇതൊന്ന് കഴിയട്ടെ, നിനക്കുള്ളത് ഞാൻ തരാട്ടോ. അവളോട് പറഞ്ഞ് ജെറി വീണ്ടും ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. ആരോൺ കഴിക്കുന്നില്ലേ? അങ്ങോട്ട് വന്ന ജാനകി അവളോട് ചോദിച്ചു. വേണ്ട ആന്റി, ഞാൻ കഴിച്ചിട്ടാണ് വന്നത്. ദേവു എവിടെ? അവള് മുറിയിലുണ്ടാവും, നീ അങ്ങോട്ട് ചെല്ല്. ഓക്കെ. ആരോൺ ദേവുവിന്റെ മുറിയിലേക്ക് പോയി. അവള് ചെല്ലുമ്പോ ദേവു അവളുടെ ലാപ്പിൽ കാര്യമായി എന്തോ നോക്കുവാണ്. ദേവു? ആരോൺ അവളെ വിളിച്ചു. ആ, എത്തിയോ നീ? വാ. ആരോ അവളുടെ അടുത്ത് ബെഡിൽ ചെന്നിരുന്നു. എന്താടാ നോക്കുന്നത്?
അതോ നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അവിടെയുള്ള ഒരു കമ്പനിയിലേക്ക് നമ്മുടെ ബയോഡേറ്റ അയച്ചിരുന്നില്ലേ? ഓർക്കുന്നില്ലേ നീ? 1 ഇയർ ട്രെയിനിങ്ങിന് അവര് വിളിക്കാന്ന് പറഞ്ഞിരുന്നില്ലേ? അത് നോക്കുമായിരുന്നു ഇമെയിലേക്ക് വല്ലതും വന്നിട്ടുണ്ടോ എന്ന്. എന്നിട്ട് വന്നോ? ഇല്ലടാ, വന്നിട്ടില്ല. വരുമായിരിക്കും അല്ലേ? അവിടെ തന്നെ വർക്ക് ചെയ്യണം എന്നുള്ളത് എന്റെ ഡ്രീമാണ്. അഥവാ അവര് വിളിച്ച ഇനി അങ്ങോട്ട് നിന്നെ പറഞ്ഞു വിടുമോ? പപ്പയും മമ്മയും സമ്മതിക്കുമോ ദേവു? ഐ ഡോണ്ട് നോ. അവര് സമ്മതിക്കാൻ ചാൻസ് കുറവാണ്. പക്ഷെ അങ്ങനെ അവിടെ നിന്ന് വിളിച്ച എനിക്ക് പോണം. നിന്റെ ആഗ്രഹം നടക്കട്ടെ. അല്ല, നിന്നെ വിളിച്ച നീ വരില്ലേ? ഇല്ല, നിന്റെ ഒരു നിർബന്ധത്തിനാണ് ഞാനും അന്ന് അതെല്ലാം കൊടുത്തത്. എനിക്കിവിടെ അപ്പന്റെ ഒരു ഫ്രണ്ടിന്റെ കമ്പനി ജോലി റെഡിയാക്കുന്നുണ്ട്. സോ ഇനി ഞാൻ അങ്ങോട്ടേക്കില്ല. അത് വിട്. ഔട്ടിങ്ങിന് പോകാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തിയ ആളുകളൊക്കെ എവിടെ? ആ കടവാവിനെ മാത്രം ഞാൻ കണ്ടു. ആ, ജെറിച്ചേട്ടായി വന്നു. ഇച്ചയും ആര്യൻ കടുവേട്ടനൊക്കെ റെഡിയാവുകയാണെന്ന് തോന്നുന്നു. നീ റെഡിയാവുന്നില്ലേ? ഇത് പോരെ, ഞാൻ റെഡിയാവണം. എന്നിട്ട് റെഡിയാവടി. നൈറ്റ് ഡ്രസ് കൊണ്ട് കറങ്ങാൻ വരുന്നു. ഇളിക്കല്ലേ, റെഡിയാവും, ഞാൻ പുറത്തുണ്ടാവും. അതും പറഞ്ഞ് ആരോൺ എണീറ്റു. ഓക്കെ. ദേവു എണീറ്റ് റെഡിയാവാൻ പോയി. ആരോൺ മുറിയിൽ നിന്ന് പുറത്തേക്കും ഇറങ്ങി.